എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. +1 എക്സാമിൻ്റെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആണ്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്നുള്ള ചാപ്റ്ററിൻ്റെ പാർട്ട് 2 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ഏരിയയിൽ വരുന്ന കൺസെപ്റ്റ് മുഴുവൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ അത് കാണുക. അത് ബേസ്ഡ് ആയിട്ടുള്ള 10 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഫുൾ മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ മതി ശരിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 1ലേക്ക് പോവാം. എ സ്റ്റീൽ വയർ ഓഫ് ലെങ്ത് 4.7 meter and cross-sectional area 3 × 10⁻⁻5 meters square stretches by the same amount as a copper wire of length 3.5 meter and cross-sectional area 4 × 10⁻⁻5 meters square under a given load. What is the ratio of the Young's modulus of steel to that of copper? അപ്പം സ്റ്റീൽ വയറിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്, പിന്നെ തന്നിരിക്കുന്ന അതിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ മുകളിൽ ഒരു ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതേ ഒരു ലോഡ് കോപ്പർ വയറിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതായത് 3.5 meter ലെങ്ത്തും 4 × 10⁻⁻5 meter square ഏരിയ ഉള്ള കോപ്പറിലും അതേ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ക്വാണ്ടിറ്റീസ് ഡാറ്റ തന്നിരിക്കുന്നുണ്ട്. അപ്പം വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ടു ദാറ്റ് ഓഫ് കോപ്പർ. അതായത് ഇവിടെ എഫ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് രണ്ടിലും സെയിം ആണ്. ടു ദ അണ്ടർ എ ഗിവൺ ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം സെയിം ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നതെന്നാണ് അന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പം യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ എന്താണ്? യങ്സ് മോഡുലസ് ഏത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആയാലും സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. അപ്പം സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് പെർ ഏരിയ ആണ്. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ കോൺഫിഗറേഷൻ ടു ഒറിജിനൽ കോൺഫിഗറേഷൻ അല്ലേ. അപ്പോൾ യങ്സ് മോഡുലസിൻ്റെ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എഫ് എൽ ഡിവൈഡഡ് ബൈ എ ഡെൽറ്റ എൽ ആണ് എന്ത് യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഫസ്റ്റ് സ്റ്റീൽ വയറിൻ്റെ നമുക്ക് എടുക്കാം. അപ്പോൾ അതിൻ്റെ യങ്സ് മോഡുലസ് y1 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് y1 = FL1 ഡിവൈഡഡ് ബൈ A1 ഡെൽറ്റ എൽ. അതായത് സെയിം ഇലോങ്ങേഷൻ സ്ട്രെച്ചസ് ബൈ സെയിം എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം സെയിം ഇലോങ്ങേഷൻ ആണ് എന്ത് രണ്ട് വയറിനും വരുന്നത്. ഓക്കെ, അപ്പം നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും? y1 = എഫ് നമുക്കറിയില്ല, അണ്ടർ എ ഗിവൺ ലോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് ആയിരിക്കും അത് എഫ് മൾട്ടിപ്ലൈഡ് ബൈ L1. സ്റ്റീൽ വയറിൻ്റെ ലെങ്ത് എത്രയാണ്? 4.7 meters ഡിവൈഡഡ് ബൈ ഏരിയ. സ്റ്റീലിൻ്റെ ഏരിയ എത്ര തന്നിരിക്കുന്നുണ്ട്? 3 × 10⁻⁻5 മൾട്ടിപ്ലൈഡ് ബൈ ഡെൽറ്റ എൽ. ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ സെയിം, നമ്മളെന്താണ് സെയിം ഇലോങ്ങേഷൻ ആണ്, സെയിം എമൗണ്ട്, സ്ട്രെച്ചസ് ബൈ സെയിം എമൗണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതെന്തിനാണ്? സ്റ്റീൽ. ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത് സ്റ്റീലിനാണ്. അതേപോലെ നമുക്ക് കോപ്പർ വയറിൻ്റെതും എഴുതാം. y2 = FL2 ഡിവൈഡഡ് ബൈ A2 ഡെൽറ്റ എൽ. അപ്പം എഫും ഡെൽറ്റ എല്ലും സെയിം ആയിരിക്കുന്നത് അപ്ലൈഡ് ഒരു സെയിം ലോഡാണ്, അതേപോലെ സെയിം ഇലോങ്ങേഷൻ ആണ്. അപ്പം എഫ് ഇൻറ്റു കോപ്പർ വയറിൻ്റെത് 3.5 ഡിവൈഡഡ് ബൈ, അപ്പോൾ അതിൻ്റെ ഏരിയ എത്രയാണ്? 4 × 10⁻⁻5. അപ്പോൾ ഇതെന്തിൻ്റെയാണ്? കോപ്പർ വയർ. ഇത് കോപ്പറിൻ്റെയാണ്. അപ്പം നമുക്ക് y1 ഉം y2 ഉം കിട്ടി. ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? y1 ബൈ y2. y1 ബൈ y2. അപ്പോൾ ഏതൊക്കെ ഇവിടെ ക്യാൻസൽ ആവും? ഇവിടെ ഡെൽറ്റ എൽ ക്യാൻസൽ ആവും, അതേപോലെ എഫും ക്യാൻസൽ ആവും. അപ്പം നമുക്ക് y1 ബൈ y2 എഴുതുമ്പോൾ എന്ത് പറ്റും? 4.7 ഡിവൈഡഡ് ബൈ 3 × 10⁻⁻5 ഹോൾ ഡിവൈഡഡ് ബൈ 3.5 ബൈ 4 × 10⁻⁻5. അപ്പോൾ എന്ത് പറ്റും? ഈ 4 × 10⁻⁻5 മേലോട്ട് പോകും. അപ്പോൾ 4 × 10⁻⁻5 ഡിവൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് 4 × 10⁻⁻5 മേലോട്ട് പോകും. അപ്പോൾ 3.5 താഴെ വരും. എഴുതി ചെയ്യുക. അപ്പം ഇത് ചെയ്ത് കഴിയുമ്പോൾ 10⁻⁻5 ഉം 10⁻⁻5 ഉം ക്യാൻസൽ ആവും. പിന്നെ വരുന്നത് 4.7 × 4 ഡിവൈഡഡ് ബൈ 3 × 3.5 കിട്ടും. അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1.79 ആണ്. അപ്പോൾ ഇവിടെ ഒരു യൂണിറ്റും ഇല്ല, കാരണം ഇത് രണ്ട് റേഷ്യോ ആണ് അല്ലേ. രണ്ട് യങ്സ് മോഡുലസിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനി സ്ട്രെസ് സ്ട്രെയിൻ കർവ് നിന്ന്
ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫിഗർ ഷോസ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ എ ഗിവൺ മെറ്റീരിയൽ. വാട്ട് ആർ യങ്സ് മോഡുലസ് ആൻഡ് അപ്രോക്സിമേറ്റ് yield strength ഫോർ ദിസ് മെറ്റീരിയൽ? നമുക്ക് എക്സ് ആക്സിസിൽ സ്ട്രെയിൻ കൊടുത്തിട്ടുണ്ട്, വൈ ആക്സിസിൽ സ്ട്രെസ് കൊടുത്തിട്ടുണ്ട്. സ്ട്രെസ്സിന്റെ യൂണിറ്റ് തന്നിരിക്കുന്നത് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ മൾട്ടിപ്ലൈഡ് ബൈ 10⁶ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് നമ്മൾ ഇതിലുള്ള സ്ട്രെസ് റീഡ് ചെയ്യേണ്ടത്. അപ്പോൾ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യങ്സ് മോഡുലസ് ഇസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ഗ്രാഫ് ക്വസ്റ്റ്യൻ കണ്ടിട്ട് അങ്ങനെ ഒഴിവാക്കരുത്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണിത്. യങ്സ് മോഡുലസ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. അപ്പം സ്ട്രെസ് നമുക്ക് ഇതിന്ന് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ, ഏത് പോയിന്റ് വേണമെങ്കിലും എടുക്കാം. ഇനി ഈ 300ന്റെ അടുത്ത് എത്തുമ്പോഴാണ് അവിടെ ഒരു എന്താ പറയുക yield പോയിന്റ് ആയിട്ട് വരുന്നത്. അപ്പം ഇതിൽ ഏത് പോയിന്റ് എടുത്ത് നമുക്ക് കറക്റ്റായിട്ട് വാല്യൂ കിട്ടുന്ന, നമുക്ക് സ്ട്രെയിനും കറക്റ്റായിട്ട് വാല്യൂ കിട്ടുന്ന ഒരു ഗ്രാഫിലുള്ള പോയിന്റ് ഏതാണെന്ന് നോക്കുക. 50ന്റെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല ഇത് ഇവിടെ എവിടെയാണ് വരിക എന്നുള്ളത്. 100ൻ്റെതായാലും നമുക്ക് കറക്റ്റ് എടുക്കാൻ പറ്റില്ല. 150ന്റെ അടുത്ത് നമുക്ക് കറക്റ്റ് ആ ഒരു ഇതിൽ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. നമുക്ക് വാല്യൂ എടുക്കാം, ശരിക്കും ഗ്രാഫ് പേപ്പറിലാണ് നമുക്ക് എടുക്കാൻ പറ്റും, പക്ഷേ ഈ ആസ് പെർ ദ ഡയഗ്രാം നമുക്ക് എടുക്കാൻ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ എടുക്കുക. അപ്പം 150ക്കാണെങ്കിൽ നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് 0.002 സ്ട്രെയിൻ കാണിക്കുന്നുണ്ട്, അപ്പം നമുക്കത് എടുക്കാം. അപ്പം ഓർമ്മിക്കണം, ഇത് 150 മാത്രമല്ല, 150 × 10⁶ ആണ് ആ ഗ്രാഫിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഡിവൈഡഡ് ബൈ അതിൻ്റെ കറസ്പോണ്ടിങ് സ്ട്രെയിൻ എത്രയാണ്? 0.002. അപ്പം 150 × 10⁶ ബൈ 0.002. അപ്പം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? അത് 7.5 × 10⁻10 ന്യൂട്ടൺ മീറ്റർ റേസ് ടു -2 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇതാണ് ഇതിൻ്റെ ആൻസർ. മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്സ് ഫോർ മെറ്റീരിയൽസ് A and B are shown in figure. The graphs are drawn to the same scale. Which of the following, which of the materials has the greater Young's modulus? Which of the two is the stronger material? അപ്പം നമുക്കറിയാം എന്താണ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് എന്ത്? യങ്സ് മോഡുലസ്. ഏത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആയാലും സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് എന്ത്? യങ്സ് മോഡുലസ് വരുന്നത്. അപ്പം നമ്മളൊരു ഗ്രാഫിൽ നിന്ന് ഏതിനാണ് അധികം എന്നുള്ളത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇതിൻ്റെ സ്ലോപ്പ് അല്ലേ, സ്ലോപ്പ് എന്താണെന്ന് കണ്ടുപിടിക്കണം. ആ സ്ലോപ്പ് കണ്ടുപിടിക്കണം എങ്ങനെയാണ്? നമ്മൾ ഇത് ഗ്രാഫ് നോക്കുക. ഗ്രാഫ് നോക്കുമ്പോൾ ഫസ്റ്റ് ഗ്രാഫ് എക്കാണ് എന്ത് അധികം സ്ലോപ്പ് ഉള്ളത് അല്ലേ, നല്ല സ്റ്റീപ്പായിട്ടുള്ളത്. അപ്പം വിച്ച് ഓഫ് ദ മെറ്റീരിയൽ ഹാസ് ദ ഗ്രേറ്റർ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെറ്റീരിയൽ എ ആണ് എന്ത്, അതിന് യങ്സ് മോഡുലസ് കൂടുതലുള്ളത്. അതേപോലെ വിച്ച് ഓഫ് ദ ടു ഈസ് സ്ട്രോങ്ങർ മെറ്റീരിയൽ. അപ്പോൾ യങ്സ് മോഡുലസ് കൂടിക്കഴിഞ്ഞാൽ, അപ്പോൾ സ്ട്രെസ്സും സ്ട്രെയിനും കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്ന കാര്യം എന്താണ്? നമ്മൾ സ്ട്രോങ് ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു പൊട്ടിപ്പോവാതെ കുറേ സമയം നിൽക്കണം അല്ലേ. ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഫോഴ്സ് അപ്ലൈ ചെയ്താലും ആ വസ്തു പൊട്ടിപ്പോവില്ല, അതിന് ഡീഫോർമേഷൻ സംഭവിക്കുന്നില്ലെങ്കിലാണ് എന്ത് പറയുക? അതിനെ സ്ട്രോങ്ങർ മെറ്റീരിയൽ ആണെന്ന് പറയുക. അപ്പോൾ നമുക്ക് ഇവിടെയും എന്താണ് പറയുക? സ്ട്രോങ്ങർ മെറ്റീരിയൽ ഈസ് എ. എന്താ വെച്ചാൽ അതിൻ്റെ യങ്സ് മോഡുലസ് കൂടുതലാണ്. അതേപോലെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം വിട്ടുപോയി, അതിനകത്ത് ബി, ഇത് എ മാത്രമേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തുള്ളൂ, ജസ്റ്റ് മിസ്സായി പോയതാണ്. അപ്പം അതും കൂടി ഒന്ന് നോക്കാം. അപ്രോക്സിമേറ്റ് yield strength ഓഫ് ദ മെറ്റീരിയൽ. yield strength എന്ന് പറഞ്ഞാൽ എന്താ? yield strength ഓഫ് ദ മെറ്റീരിയൽ ഇസ് ഡിഫൈൻഡ് ആസ് മാക്സിമം സ്ട്രെസ് ഇറ്റ് ക്യാൻ സസ്റ്റെയിൻ. അതായത് അതിന് അത് പൊട്ടിപ്പോവാതെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്ട്രെസ്സിനെയാണ് എന്ത് പറയുന്നത്? yield strength എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ 300 എത്തിക്കഴിഞ്ഞാൽ അത് പിന്നെ അങ്ങോട്ട് ബ്രേക്കിംഗ് പോയിന്റ് അതാണ് വരുന്നത് അല്ലേ. അപ്പം നമുക്ക് എന്താ എഴുതാൻ പറ്റും? 300 × 10⁻6 അല്ലെങ്കിൽ 300 3 × 10⁸ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന് എഴുതാം. 300 × 10⁻6 അല്ലെങ്കിൽ 3 × 10⁸ ആണ് എന്ത് അതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, അത് ഞാൻ പറയുമ്പോൾ വിട്ടുപോയതാണ്. അപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യനും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
അപ്പം യങ്സ് മോഡുലസ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒബ്ജക്റ്റ് സ്ട്രോങ്ങർ ആണെന്ന് പറയാം അല്ലെ. സ്ട്രെസ് ബൈ സ്ട്രെയിൻ, ആ ഗ്രാഫിന്റെ സ്ലോപ്പ് കൂടുതലാണ്. അപ്പം ഒരുപാട് സ്ട്രെസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് പറ്റുള്ളൂ, ആ ഒബ്ജക്റ്റ് ബ്രേക്ക് ആവുള്ളൂ. അപ്പോൾ അത് കാരണം നമുക്ക് ആ ഒബ്ജക്റ്റിന് സ്ട്രോങ്ങർ ആണെന്ന് പറയാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനിൽ റീഡ് ദ ഫോളോയിങ് two statements below carefully and state with reasons if it is true or false. നമുക്ക് true or false question ആണ്. Young's modulus of rubber is greater than that of steel. അപ്പം അതെന്താണ്, അങ്ങനെ പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇലാസ്റ്റിസിറ്റീൻ്റെ കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക് ദാൻ റബ്ബറിന്. നമ്മുടെ സാധാരണ ഉള്ള ഒരു ചിന്താഗതി അനുസരിച്ചിട്ട് നമ്മൾ എന്ത് പറയും, റബ്ബറാണ് ഇലാസ്റ്റിക് എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇലാസ്റ്റിസിറ്റി എന്നുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള മീനിങ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് ആ ഫോഴ്സ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാലും ആ ഒബ്ജക്റ്റ് അതിൻ്റെ അതേ ഷേപ്പിലേക്ക് വരുന്നതിന് ആ ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്, ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ യങ്സ് മോഡുലസ് വെച്ചിട്ടാണ് പറയുന്നത്, യങ്സ് മോഡുലസ് ഓഫ് റബ്ബർ ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് സ്റ്റീൽ. അത് ആ സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണ്. എന്തുകൊണ്ടാണ്? വിത്ത് റീസൺസ് നമുക്ക് പറയണം. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും ഇവിടെ, യങ്സ് മോഡുലസ് ഇസ് ഡിഫൈൻഡ് ആസ് റേഷ്യോ ഓഫ് സ്ട്രെസ് ടു സ്ട്രെയിൻ വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലേ. അപ്പം for a given stretching force, elongation is more in rubber and it is very less in steel. സ്റ്റീലിനെ നമ്മൾ elongate ചെയ്യണമെങ്കിൽ കുറച്ച് നന്നായിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റീൽ ഇലോങ്ങേറ്റ് ആവുള്ളൂ. അപ്പം നമുക്ക് എന്ത് പറയാം, യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് റബ്ബർ. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്, യങ്സ് മോഡുലസ് ഓഫ് റബ്ബർ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് സ്റ്റീൽ എന്നാണ് തന്നിരിക്കുന്നത്. ഇനി ദ സ്ട്രെച്ചിങ് ഓഫ് എ കോയിൽ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഇറ്റ്സ് ഷിയർ മോഡുലസ്. ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Two wires of diameter 0.25 cm, one made of steel and the other made of brass, are loaded as shown in figure. The unloaded length of steel wire is 1.5 meter and that of brass wire is 1 meter. Compute the elongations of steel and brass wires. Okay, അപ്പം എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്. യങ്സ് മോഡുലസ് നമ്മൾ സ്റ്റീലിൻ്റെ നമ്മൾ ടേബിളിൽ നിന്ന് എടുക്കേണ്ടി വരും, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തെ ടേബിളിനകത്തുനിന്ന്. പിന്നെ എന്താ തന്നിരിക്കുന്നത്, അൺലോഡഡ് ലെങ്ത് ഓഫ് സ്റ്റീൽ വയർ തന്നിട്ടുണ്ട് 1.5 മീറ്റർ ആൻഡ് ബ്രാസിൻ്റെത് 1 മീറ്റർ ആണ് തന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ്, ഈ ഒരു സെറ്റപ്പിലാണ് നമ്മൾ പിന്നെ ഈ സ്റ്റീൽ വയറും ബ്രാസ് വയറും കണക്ട് ചെയ്തിരിക്കുന്നത്. എക്സാമിന് തരുമ്പം അവർ യങ്സ് മോഡുലസ് വാല്യൂ തരും. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആയത് കാരണമാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡാറ്റ എടുക്കേണ്ടി വരുന്നത്. ഓക്കെ, അപ്പം സ്റ്റീൽ വയറിൻ്റെ കാര്യം നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. സ്റ്റീൽ, ഓക്കെ, ഇപ്പം പറയുന്നത് മുഴുവൻ സ്റ്റീലിൻ്റെ ആണ്. സ്റ്റീൽ എവിടെയുള്ളത്, മുകളിലാണുള്ളത് അല്ലേ. അപ്പം അതിൻ്റെ താഴെ എന്തൊക്കെയുണ്ട്, സ്റ്റീലിൻ്റെ അവിടെ 4 കിലോഗ്രാം സ്റ്റീലിനും കണക്ട് ചെയ്തിട്ടുണ്ട്, അതേപോലെ 6 കിലോഗ്രാം ബ്രാസിനും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റീൽ വയറിന് നോക്കുമ്പോൾ മൊത്തം 4 + 6 10 കിലോഗ്രാം ആണ് അവിടെ മാസ് അതിൻ്റെ അടിയിൽ ആഡ് ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് F1 എടുക്കാം സ്റ്റീലിൻ്റെത്. F1 is equal to 4 + 6 എത്രയാ, 10 കിലോഗ്രാം ഫോഴ്സ് വരും. 10 കിലോഗ്രാം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 10 × 9.8 ന്യൂട്ടൺ. അപ്പോൾ 98 ന്യൂട്ടൺ ആണ് എന്ത്, സ്റ്റീലിന് വരുന്ന ഫോഴ്സ്. അതേപോലെ അതിൻ്റെ ഇലോങ്ങേഷൻ തന്നിരിക്കുന്നുണ്ട്, അത് 1.5 മീറ്റർ ആണ്. അതേപോലെ ഡയമീറ്ററും തന്നിട്ടുണ്ട്. ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് കാണണം, റേഡിയസ് R1 is equal to 0.25 divided by 2. അത്രയും സെൻറ്റിമീറ്റർ ആണ് ഡാറ്റ തന്നിരിക്കുന്നത്. അപ്പം 0.25 എന്നുള്ളത് 0.125 സെൻറ്റിമീറ്റർ ആണ്. 0.125 × 10⁻⁻2 മീറ്റർ. ഇവിടെ തന്നെ കൺവേർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം അവിടെ തെറ്റില്ല. ഓക്കെ, ഇനി അതിൻ്റെ യങ്സ് മോഡുലസ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഡാറ്റയാണ്. Y1 is equal to 2 × 10⁻11 പാസ്കൽ ആണ് എന്ത്, യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ. അതേപോലെ നമുക്ക് ബ്രാസിൻ്റെത് എടുക്കാം. സോ ബ്രാസ് വയറിന് അതിൻ്റെ മുകളിൽ എത്രയേ ഉള്ളൂ ഫോഴ്സ്, 6 കിലോഗ്രാം മാസാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പം 6 × 9.8 ന്യൂട്ടൺ ആണ് എന്ത്, ബ്രാസ് വയറിനുള്ള
വെയിറ്റ് എന്ന് പറയുന്നത്, ഫോഴ്സ് പറയുന്നത്. അതേപോലെ റേഡിയസ് എന്ന് പറയുന്നത് എത്ര തന്നിരിക്കുന്നത്, രണ്ടിനും 2 വയേഴ്സ് ഓഫ് ഡയമീറ്റർ 0.25 സെന്റിമീറ്റർ ആണ്. അപ്പം 0.25 ഡിവൈഡഡ് ബൈ 2 സെന്റിമീറ്റേഴ്സ് ദാറ്റ്സ് ഈക്വൽ ടു 0.125 ഇൻറ്റു 10⁻⁻2 മീറ്റർ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, അതിൻ്റെ ബ്രാസിൻ്റെ യങ്സ് മോഡുലസ് 0.91 ഇൻറ്റു 10⁻11 പാസ്കൽ ആണ്. ഇതും ടെക്സ്റ്റ് ബുക്ക് ഡാറ്റയിൽ നിന്ന് എടുക്കുന്നതാണ്. അതേപോലെ അതിൻ്റെ ഇലോങ്ങേഷൻ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, എത്രയാണ്, 1 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പം 1 മീറ്റർ. അപ്പം നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്, കമ്പ്യൂട്ട് ദ ഇലോങ്ങേഷൻസ് ഓഫ് ദ സ്റ്റീൽ ആൻഡ് ബ്രാസ് വയർ. അപ്പം ഇലോങ്ങേഷൻ നമ്മൾ യങ്സ് മോഡുലസിൻ്റെ ഫോർമുല എന്താണ്, യങ്സ് മോഡുലസ് y1 is equal to F1 L1 divided by A delta 1 അല്ലേ. അപ്പോൾ A എന്ന് വെച്ചാൽ pi r1 square into delta 1. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡെൽറ്റ L1 is equal to F1 L1 divided by ഡെൽറ്റ L1നെ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ F1 L1 divided by pi r1 square y1 എന്ന് കിട്ടും. അപ്പം ഇനി ഡെൽറ്റ L1 നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം ഡെൽറ്റ L1 ഇസ് ഈക്വൽ ടു, ഇത് നമ്മൾ ഡാറ്റ എഴുതിയത് മാത്രമാണ്, ഡെൽറ്റ L1 ഇസ് ഈക്വൽ ടു F1 എത്രയായിരുന്നു, 10 ഇൻറ്റു 9.8 ഇൻറ്റു L1 1.5 ഡിവൈഡഡ് ബൈ ഇവിടെ എത്ര വരും, പൈ 22/7 എടുക്കാം. 22/7 എന്ന് പറയുമ്പോൾ 22 ഇവിടെ 7 മുകളിലോട്ട് പോവും, ഇൻറ്റു r1 സ്ക്വയർ, r1 എത്രയാണ് 0.125 ഇൻറ്റു 10⁻⁻2 സ്ക്വയർ മൾട്ടിപ്ലൈഡ് ബൈ യങ്സ് മോഡുലസ് 2 ഇൻറ്റു 10⁻11. അപ്പം കാൽക്കുലേഷൻ ഇത്തിരി ലോങ്ങർ കാൽക്കുലേഷൻ ആണ്, പക്ഷേ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തേ മതിയാവും. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1.49 ഇൻറ്റു 10⁻⁻4 മീറ്റേഴ്സ് എന്ന് കിട്ടും. ഏത്, ഫസ്റ്റ് സ്റ്റീലിൻ്റെ ഇലോങ്ങേഷൻ. അതേപോലെ ഡെൽറ്റ L2 ഞാനിവിടെ കാണിക്കുന്നില്ല, നമ്മൾ ഓൾറെഡി എല്ലാ വാല്യൂ ഇവിടെ എഴുതിയിട്ടുണ്ട്. F2 എത്രയാണ് വേണമെങ്കിൽ എഴുതാം, 6 ഇൻറ്റു 9.8 ഇൻറ്റു L2 എന്താണ്, 1 മീറ്റർ ആണ്, 1 ഡിവൈഡഡ് ബൈ പൈ 22/7, സോ 22 താഴെ 7 മുകളിൽ മൾട്ടിപ്ലൈഡ് ബൈ 22/7. അപ്പോൾ അതിനെ മേലോട്ട് ഇട്ട് കഴിഞ്ഞു. ഇനി റേഡിയസ് സെയിം ആണ്, 0.125 ഇൻറ്റു 10⁻⁻2 ദ ഹോൾ സ്ക്വയർ. അതേപോലെ യങ്സ് മോഡുലസ് ഓഫ് ബ്രാസ് 0.91 ഇൻറ്റു 10⁻11. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1.3 ഇൻറ്റു 10⁻⁻4 മീറ്റേഴ്സ് ആണ്. അതായത് ഈ സിറ്റുവേഷനിൽ ഇവർ തന്ന ഈ ഡയഗ്രാം പ്രകാരം, ഡാറ്റ പ്രകാരം സ്റ്റീലിനുണ്ടാവുന്ന എലോങ്ങേഷൻ 1.49 ഇൻറ്റു 10⁻⁻4 മീറ്റർ, ബ്രാസിനുണ്ടാവുന്ന എലോങ്ങേഷൻ 1.3 ഇൻറ്റു 10⁻⁻4 മീറ്റേഴ്സ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ എഡ്ജ് ഓഫ് an aluminum cube is 10 centimeter long. One face of the cube is firmly fixed to a vertical wall. A mass of 100 kg is then attached to the opposite faces of the cube. The shear modulus of aluminium is 25 gigapascal. What is the vertical deflection of this face? അപ്പോൾ അതിൻ്റെ സൈഡ് തന്നിട്ടുണ്ട് അല്ലേ, നമുക്ക് എഴുതാം. സൈഡ് എത്രയാണ്, L is equal to 10 centimeter എന്ന് വെച്ചാൽ 0.1 മീറ്റർ. പിന്നെ എന്താ തന്നിരിക്കുന്നത്, വൺ ഫേസ് ഓഫ് ദ ക്യൂബ്, ഓക്കെ, മാസ് 100 kg ഈസ് അറ്റാച്ച്ഡ്, ഷിയർ മോഡുലസും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഈസ് ഈക്വൽ ടു 0.1 ദ ഹോൾ സ്ക്വയർ മീറ്റർ സ്ക്വയർ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 0.01 മീറ്റർ സ്ക്വയർ കിട്ടും. ഇനി ഫോഴ്സ് തന്നിട്ടുണ്ട് അല്ലേ, ടാൻജൻഷ്യൽ ഫോഴ്സ് എത്രയാണ്, 100 മാസ് 100 kg ആണ്. അപ്പോൾ 100 ഇൻറ്റു 9.8, അപ്പോൾ എത്ര കിട്ടും, 980 ന്യൂട്ടൺ. ഷിയർ മോഡുലസ്, റിജിഡിറ്റി മോഡുലസ് ഈറ്റ ഇസ് ഈക്വൽ ടു 25 ഗീഗാപാസ്കൽ. ഗീഗ എത്രയാണ്, 25 ഇൻറ്റു 10⁻
9 പാസ്കൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈറ്റേൻ്റെ ഇക്വേഷൻ എന്താണ്? ഈറ്റ ഈസ് ഈക്വൽ ടു ടാൻജൻഷ്യൽ സ്ട്രെസ് ബൈ ഷിയറിംഗ് സ്ട്രെയിൻ. അപ്പം ഈറ്റ ഈസ് ഈക്വൽ ടു ടാൻജൻഷ്യൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷിയറിംഗ് സ്ട്രെയിൻ. അപ്പം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ഓഫ് ദിസ് ഫേസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഷിയറിംഗ് സ്ട്രെയിൻ കണ്ടുപിടിക്കാം. ഷിയറിംഗ് സ്ട്രെയിൻ is equal to ടാൻജൻഷ്യൽ സ്ട്രെസ് എത്രയാണ്? ആ ഫോഴ്സ് പെർ ഏരിയ അല്ലേ? അപ്പം എഫ് ബൈ എ ഷിയറിംഗ് സ്ട്രെയിന് ഷിയറിംഗ് മോഡുലസ് വരും ഇവിടെ. നമ്മൾ ഷിയറിംഗ് സ്ട്രെയിനിനെ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അപ്പം എഫ് ഡിവൈഡഡ് ബൈ എ ഈറ്റ എന്ന് കിട്ടും. എഫ് എത്രയാണ്? 980 ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ ഏരിയ 0.01 ആൻഡ് ഈറ്റ 25 ഇൻറ്റു 10 പവർ 9 10 ഗിഗാ പാസ്കലാണ്, 10 പവർ 9 പാസ്കലാണ്. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ 3.9 ഇൻറ്റു 10 പവർ -6 എന്ന് കിട്ടും. ഇത് സ്ട്രെയിൻ ആണ്. അപ്പം നമുക്ക് ഷിയറിംഗ് സ്ട്രെയിൻ, അപ്പം എന്ത് ലാറ്ററൽ വാട്ട് ഈസ് ദ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ഓഫ് ദിസ് ഫേസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അതായത് ലാറ്ററൽ സ്ട്രെയിൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം ഷിയറിംഗ് സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു ഷിയറിംഗ് സ്ട്രെയിൻ, ഇത് അതിൻ്റെ കൺസെപ്റ്റ് വെച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഷിയറിംഗ് സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു ലാറ്ററൽ സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ സൈഡ് ഓഫ് ദ ക്യൂബ്. ലാറ്ററൽ സ്ട്രെയിൻ, ഇതിൻ്റെ തിയറി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട്, കാണാത്തവരാണ് കാണുക. ഓക്കെ, ലാറ്ററൽ സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ സൈഡ് ഓഫ് ദ ക്യൂബ്. അപ്പം നമുക്ക് എന്താ കാണേണ്ടത്? ലാറ്ററൽ സ്ട്രെയിൻ. വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ സൈഡ് വൈസ് ഡിഫ്ലക്ഷൻ. അപ്പോൾ ലാറ്ററൽ സ്ട്രെയിൻ ആണ് കാണേണ്ടത്. അപ്പോൾ ലാറ്ററൽ സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു ഷിയറിംഗ് സ്ട്രെയിൻ multiplied by side of the cube. അപ്പം ഷിയറിംഗ് സ്ട്രെയിൻ എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചത്? 3.9 ഇൻറ്റു 10 പവർ -6 മൾട്ടിപ്ലൈഡ് ബൈ 0.1 എന്ന് വെച്ചാൽ 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 0.1 മീറ്റർ. അപ്പം 3.9 ഇൻറ്റു 10 പവർ -7 മീറ്ററിന് നമുക്ക് കിട്ടും. അപ്പോൾ ഇക്വേഷൻസ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, 4 ഐഡൻറ്റിക്കൽ hollow cylindrical columns, 4 identical hollow cylindrical columns of mild steel support a big structure of mass 50,000 kilogram. 4 ഒരേപോലെയുള്ള identical cylindrical columns of mild steel support a big structure of mass 50,000 kilogram. The inner and outer radii of each column are 30 and 60 cm respectively. Assuming load distribution to be uniform, calculate the compressional strain of each column. അതായത് 4 സ്റ്റീലിൻ്റെ തൂണ് വെച്ചിട്ട് വലിയ ഒരു മാസിനെ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ആ സിലിണ്ടറിക്കൽ കോളം എന്ന് വെച്ചാൽ ആ 4 തൂണുകൾ. അപ്പോൾ ആ തൂണിൻ്റെ ഇന്നർ റേഡിയസും ഔട്ടർ റേഡിയസും തന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ മുകളിൽ ഉണ്ടാവുന്ന ഈ ഇത്രയും വെയിറ്റ് അതിൻ്റെ മുകളിൽ വെക്കുമ്പോൾ ഓരോ കാലിലും ഉണ്ടാവുന്ന കംപ്രഷണൽ സ്ട്രെയിൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ യങ്സ് മോഡുലസ് നമുക്ക് ഡാറ്റ എടുക്കണം. അപ്പം ടോട്ടൽ മാസ് എത്രയാണ്? മാസ് 50,000 ആണ്. അപ്പം വെയിറ്റ് ഫോഴ്സ് എത്രയാണ്? ഫോഴ്സ് ടോട്ടൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 50,000 മൾട്ടിപ്ലൈഡ് ബൈ 9.8 ന്യൂട്ടൺ ആണ്. അപ്പോൾ ഇത് ഫോർ 4 കോളംസ് ആണ്. ഓക്കെ, ബിക്കോസ് 4 കോളത്തിൻ്റെ മുകളിലാണ് ഇത്രയും 50,000 മാസ് വെച്ചിരിക്കുന്നത്. അപ്പം ഓൺ ഈച്ച് കോളം, ഫോഴ്സ് ഓൺ ഈച്ച് കോളം അല്ലെങ്കിൽ കംപ്രഷണൽ ഫോഴ്സ് ഓൺ ഈച്ച് കോളം is equal to 50,000 multiplied by 9.8 the whole divided by 4. അത്രയും ന്യൂട്ടൺ ആണ് എന്ത് ഒരു തൂണിൻ്റെ മുകളിൽ ഉണ്ടാവുന്ന ഫോഴ്സ്. അതേപോലെ നമ്മൾ ഇന്നർ റേഡിയസ് ആൻഡ് ഔട്ടർ റേഡിയസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നർ റേഡിയസിന് R1 എന്ന് എടുക്കാം. R1 is equal to 30 cm is equal to 0.3 meter
R2 outer radius എത്ര തന്നിരിക്കുന്നത് 60 centimeters is equal to 0.6 meters. ഓക്കെ, അപ്പം നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താണ്? കാൽക്കുലേറ്റ് ദ കംപ്രഷണൽ സ്ട്രെയിൻ. അപ്പോൾ യങ്സ് മോഡുലസ് ഉണ്ടെങ്കിൽ കംപ്രഷണൽ സ്ട്രെസ് ബൈ കംപ്രഷണൽ സ്ട്രെയിൻ എടുക്കാം. അപ്പം നമ്മൾ ആദ്യം ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. എ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇത് ഹോളോ സിലിണ്ടർ ആണ്. അപ്പം പൈ ഇൻറ്റു R2 സ്ക്വയർ മൈനസ് R1 സ്ക്വയർ, ഔട്ടർ റേഡിയസ് മൈനസ് ഇന്നർ റേഡിയസ് സ്ക്വയർ. അപ്പോൾ പൈ ഇൻറ്റു 0.6 സ്ക്വയർ മൈനസ് 0.3 സ്ക്വയർ. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിയുമ്പം 0.27 പൈ മീറ്റർ സ്ക്വയറിന് കിട്ടും. അപ്പോൾ അതങ്ങനെ വെക്കാം. നമുക്ക് എന്തായാലും കാൽക്കുലേഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ ലാസ്റ്റ് കാൽക്കുലേഷനിൽ പൈ എടുക്കുക. പിന്നെ ഓരോ പ്രാവശ്യം ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിനി ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ പൈ നമ്മൾ നമ്മുടെ ഈ യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ എന്താണ്? യങ്സ് മോഡുലസ് y ഇസ് ഈക്വൽ ടു കംപ്രഷണൽ, എന്ത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആയാലും സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. അപ്പം കംപ്രഷണൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ കംപ്രഷണൽ സ്ട്രെയിൻ. കംപ്രഷണൽ സ്ട്രെയിൻ എടുക്കും. ഓക്കെ, അതെടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഇനി അതായത് എഫ് ബൈ എ ബൈ കംപ്രഷണൽ സ്ട്രെയിൻ ആണ്. അപ്പം നമുക്ക് കംപ്രഷണൽ സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു compressional strain is equal to compressional stress divided by Young's modulus. Compressional stress എന്ന് പറയുമ്പോൾ F by A. അപ്പോൾ F divided by A divided by Young's modulus. അപ്പം F by AY എന്ന് കിട്ടും. അപ്പോൾ F എത്രയാണ്? ഫോർ ഈച്ച് കോളം നമ്മൾ ഡിവൈഡഡ് ബൈ 4 ഉണ്ട്. അപ്പം 50,000 ഇൻറ്റു 9.8 ഡിവൈഡഡ് ബൈ 4. ഏരിയ വരുന്നത് 0.27 ഇൻറ്റു 22/7 ഉണ്ട്. അപ്പോൾ 22 ആ 7 മുകളിലോട്ട് പോവും. മൾട്ടിപ്ലൈഡ് ബൈ യങ്സ് മോഡുലസ് എന്നുള്ളത് നമ്മൾ സ്റ്റീലിൻ്റെ നമ്മൾ ഡാറ്റ എടുക്കുകയാണ്. അപ്പോൾ അത് 2 ഇൻറ്റു 10⁻11 ആണ്. എക്സാമിന് ആ വാല്യൂ അവർ തരും. അപ്പം ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 0.722 ഇൻറ്റു 10⁻⁻6. എന്താണ്? ഇത് സ്ട്രെയിൻ ആണ്, അവിടെ യൂണിറ്റിൻ്റെ ആവശ്യമില്ല. അപ്പം കാൽക്കുലേറ്റ് ദ കംപ്രഷണൽ സ്ട്രെയിൻ ഓഫ് ഈച്ച് കോളം. അപ്പം ഇത് ഈച്ച് കോളമാണ്. നമ്മൾ ഓൾറെഡി ആ വെയിറ്റ് നമ്മൾ 50,000/4 എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഇത് ഈച്ച് കോളത്തിൻ്റെയും കംപ്രഷണൽ സ്ട്രെയിൻ ആണ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ പീസ് ഓഫ് കോപ്പർ ഹാവിംഗ് എ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ഓഫ് 15.22 meter into 10⁻1 millimeter is pulled in tension with 44,500 Newton force, producing only elastic deformation. Calculate the resulting strain. A piece of copper having a rectangular cross section of 1.522 meters 15.2 millimeter by 19.1 millimeter. അതായത് അതിൻ്റെ ഏരിയ നമുക്കതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ മില്ലിമീറ്ററാണ് തന്നിരിക്കുന്നത്, മീറ്റർ സ്ക്വയർ ആക്കാൻ മറക്കരുത്. ഈസ് പുൾഡ് ഇൻ ടെൻഷൻ വിത്ത് 44,500 ന്യൂട്ടൺ. അതായത് ഫോഴ്സ് തന്നിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഏരിയ കാണാം. സ്ട്രെയിൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഏരിയ ഈസ് ഈക്വൽ ടു 15.2 ഇൻറ്റു 10⁻³ multiplied by 19.1 into 10⁻³ ഓക്കെ. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പം അത്രയും മീറ്റർ സ്ക്വയർ എന്നുള്ള ആൻസർ കിട്ടും. അത് അവിടെ ഇരിക്കട്ടെ. ഫോഴ്സ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ F ഇസ് ഈക്വൽ ടു 44,500 ന്യൂട്ടൺ. അതവിടെ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അതേപോലെ ഓൺലി ഇലാസ്റ്റിക് ഡിഫോർമേഷൻ, അത് ഇവിടെ കോപ്പറാണ്. കോപ്പറിൻ്റെ ഷിയർ മോഡുലസ് ഈറ്റ ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ് ബുക്കിൽ നടക്കുന്ന ഡാറ്റയാണ് 42 ഇൻറ്റു 10⁻9 പാസ്കൽ. ഇതാണ് ഈറ്റ വാല്യൂ. അപ്പം നമുക്ക് എന്ത് എഴുതാം? നമ്മുടെ സ്ട്രെയിൻ, ഈ ഡാറ്റ നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. ഓക്കെ, ഇത് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഡയറക്റ്റ് ആയിട്ടുള്ളത്. അപ്പം നമുക്ക് സ്ട്രെയിൻ എന്താ എഴുതാൻ പറ്റും? സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡഡ് ബൈ
മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഏത് മോഡുലസ് ആണെങ്കിലും അവിടെ അപ്ലിക്കബിൾ ആയിട്ടുള്ള മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പം സ്ട്രെസ് എത്രയാണ്? F/A. എഫ് എത്രയാണ്? അപ്പം F/A ഡിവൈഡഡ് ബൈ ഈറ്റ എന്ന് കിട്ടും. അപ്പം F 44,500 divided by area 15.2 into 19.1 into 10 power minus 3 into 10 power minus 3, 10 power minus 6. Eta value 42 into 10 power 9. കുറച്ച് കാൽക്കുലേഷൻസ് വരും, പക്ഷേ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, ഇവിടെ വേറെ ഒന്നും നമ്മൾ ആലോചിക്കാനൊന്നുമില്ല. അപ്പം ഇത് ചെയ്ത് കഴിയുമ്പം 3.65 into 10 power minus 3 എന്ന് വരും. ഓർമ്മിക്കുക, ഇത് സ്ട്രെയിൻ ആണ്, അപ്പോൾ അതിന് യൂണിറ്റ് ഇല്ല. ഓക്കെ. ഇനി എ സ്റ്റീൽ കേബിൾ വിത്ത് റേഡിയസ് 1.5 centimeter സപ്പോർട്ട്സ് എ ചെയർ ലിഫ്റ്റ് അറ്റ് എ സ്കൈ ഏരിയ. If the maximum stress is not to exceed 10 power 8 Newton per meter square, what is the maximum load the cable can support? അപ്പോൾ എന്താ തന്നിരിക്കുന്നത്? റേഡിയസ് തന്നിട്ടുണ്ട്. അപ്പം ഏരിയ കണ്ടുപിടിക്കാം അല്ലേ? മാക്സിമം സ്ട്രെസ് ഇസ് നോട്ട് ടു എക്സീഡ് 10 power 8. അപ്പം എന്താ തന്നിരിക്കുന്നത്? വാട്ട് ഇസ് ദ മാക്സിമം ലോഡ് ദ കേബിൾ ക്യാൻ സപ്പോർട്ട്. അപ്പം നമുക്കവിടെ ഡയറക്റ്റ് ആയിട്ട് ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഇതും ഓർമ്മിച്ച് വെക്കുക. മാക്സിമം ലോഡ് ഇസ് ഈക്വൽ ടു മാക്സിമം സ്ട്രെസ് മൾട്ടിപ്ലൈഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഓക്കെ. അപ്പം മാക്സിമം സ്ട്രെസ് എത്രയാണ് തന്നിരിക്കുന്നത്? 10 power 8. അപ്പം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ πr². അത് എത്ര വരും? 22/7 into 1.5 into 10 power minus 2 square. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 7.07 into 10 power 4 ന്യൂട്ടണ് കിട്ടും. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എ റിജിഡ് ബാർ ഓഫ് mass 15 kg is supported symmetrically by 3 wires each 2 meter long. Those at each end are of copper and the middle one is of iron. Determine the ratios of their diameters if each is to have the same tension. A rigid bar of mass 15 kg is supported symmetrically by 3 wires of 2 meter long, each 2 meter long. Those at each end are of copper. അപ്പോൾ രണ്ട് എൻഡിൽ എന്താണ്? കോപ്പർ ആണ്, മിഡിലിൽ അയൺ ആണ്. ഡിറ്റർമിൻ ദ റേഷ്യോസ് ഓഫ് ദിയർ ഡയമീറ്റേഴ്സ് ഇഫ് ഈച്ച് ഈസ് ടു ഹാവ് ദ സെയിം ടെൻഷൻ. അപ്പം ഇതിൽ രണ്ട് ഡയമീറ്ററിൻ്റെ റേഷ്യോ കണ്ടുപിടിച്ചാൽ മതി. മറ്റേത് കോപ്പർ തന്നെയാണ്, രണ്ട് എൻഡിലും കോപ്പർ ആണ്, നടുക്ക് സ്റ്റീലല്ല അയൺ. ഇൻ ദ മിഡിൽ വൺ ഇസ് അയൺ അല്ലേ? അപ്പം നമുക്ക് ഇവിടെ എങ്ങനെയാണ് കണ്ടുപിടിക്കാം? രണ്ട് എന്താ പറയുക, ഈ 3 വയറിനും അപ്ലൈ ചെയ്യുന്ന ടെൻഷൻ സെയിം ആണ് അല്ലേ? ഒറ്റ ലോഡാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ എക്സ്റ്റൻഷൻ അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ വലിച്ച് ഇങ്ങനെ ഇവിടെ വരെ കോപ്പർ, ഇവിടെ എന്താണ് അയണ്, ഇവിടെ ആദ്യം കോപ്പർ, പിന്നെ ഇവിടെ നമ്മൾ. അപ്പം റിജിഡ് ബാർ ഓഫ് മാസ് 15 kg ഈസ് സപ്പോർട്ടഡ് സിമെട്രിക്കലി ബൈ 3 വയേഴ്സ് ഓഫ് ഈച്ച് 2 meter long. Those at each end are of copper. അപ്പോൾ ഇങ്ങനെയല്ല, നമ്മൾ 3 വയേഴ്സ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് 3 വയർ വെച്ചിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു വലിയൊരു ബാർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് അല്ലേ? അപ്പം 3നും വരുന്ന സിമെട്രിക്കലി ആണ്. അപ്പോൾ അതിന് 3ൻ്റെ ഇലോങ്ങേഷൻ വരുന്നത് എന്താണ്? സെയിം ആയിരിക്കും. അപ്പം യങ്സ് മോഡുലസ് y എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. അപ്പം F ഡിവൈഡഡ് ബൈ πr² ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ എന്താണ്? യങ്സ് മോഡുലസ്. അപ്പോൾ ഇവിടെ രണ്ടിനും ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നത് അല്ലേ? ഡയമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിറ്റർമിൻ ദ റേഷ്യോസ് ഓഫ് ദിയർ ഡയമീറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ ഒന്ന് ചെറുതായിട്ട് മാറ്റാം. ചെറുതായിട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ R എന്നുള്ളതിന് റേഡിയസിൻ്റെ ടേംസിലേക്ക്, ഡയമീറ്ററിൻ്റെ ടേംസിലേക്ക് എഴുതാം. F ഡിവൈഡഡ് ബൈ πd² എന്ന് വരും. എന്താ വെച്ചാൽ R എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 2r ആണ് അല്ലേ? അപ്പം അതേപോലെ അതിനെ നമ്മൾ r² ആണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് πd²/4 ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ എന്ന് വരും. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാം സ്ട്രെയിൻ സെയിം ആയിരിക്കും. എന്താ? ഇതെല്ലാം
സിമെട്രിക്കലി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സ്ട്രെയിൻ സെയിം ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് y ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/d² എന്ന് മനസ്സിലാക്കാം ഈ ഇക്വേഷനിൽ നിന്ന്. ബാക്കി എല്ലാ ക്വാണ്ടിറ്റീസും കോൺസ്റ്റൻ്റ് ആണ്. ഓർ ഡയമീറ്റർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് y എന്ന് കിട്ടും. അപ്പം ഡയമീറ്റർ ഓഫ് കോപ്പർ divided by diameter of iron, that is equal to square root of Young's modulus of iron divided by Young's modulus of copper. അപ്പം Young's modulus of iron ആണ് 190 into 10 power 9. Young's modulus of copper ആണ് 110 into 10 power 9. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഡാറ്റയാണ്. That's equal to square root of 19/11. നിങ്ങൾക്ക് ഇവിടെ അവസാനിപ്പിക്കാം ആൻസർ. അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത്, ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടല്ലേ. അപ്പം ഇങ്ങനെ ആൻസർ ചെയ്താൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. 1.314 എന്നാണ് ഇതിൻ്റെ ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് 10 ക്വസ്റ്റ്യൻസ് നമ്മുടെ സ്ട്രെസ്, നമ്മുടെ ഫോക്കസ് ഏരിയയിൽ പറയുന്നത് സ്ട്രെസ്, സ്ട്രെയിൻ, ഹുക്സ് ലോ, പിന്നെ സ്ട്രെസ് സ്ട്രെയിൻ കർവ്. അപ്പോൾ ഹുക്സ് ലോയിൽ നമ്മൾ പറയുമ്പം ഹുക്സ് ലോയിൽ കൃത്യമായിട്ട് നമ്മൾ എന്താ പറയുക, ഹുക്സ് ലോയിൽ നമ്മൾ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എല്ലാം നമ്മുടെ ഹുക്സ് ലോയിൽ മെയിനായിട്ട് വരേണ്ടതാണ്. അപ്പോൾ അത് കാരണമാണ് നമ്മൾ എല്ലാ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി വെച്ചിട്ടും ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 10 ക്വസ്റ്റ്യൻസും നന്നായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പം അടുത്ത ക്ലാസ്സിൽ ഇത് മുഴുവനായിട്ട് പഠിച്ചു വെക്കുക, ടെക്സ്റ്റ് ബുക്കും വായിക്കുക ഫോക്കസ് ഏരിയന്ന്. അടുത്ത ക്ലാസ്സിൽ ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്വസ്റ്റ്യൻസുമായിട്ട് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്നുള്ള ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക, എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ക്ലാസ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് അടുത്ത ക്ലാസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. അപ്പം നിങ്ങളുടെ എക്സാം കഴിഞ്ഞ ഉടനെ ഞാൻ 12th ക്ലാസ്സുകളും സ്റ്റാർട്ട് ചെയ്യും. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് 12th ക്ലാസ്സുകളും എടുത്തുകൊണ്ട് പോവാം. ഓക്കെ, അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പം നന്നായിട്ട് പഠിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ലാസ് ഇടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു, ബൈ.